വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി ഫറൂഖ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയി. ആസാം സ്വദേശിയായ പ്രസഞ്ജിത്താണ് രക്ഷപ്പെട്ടത്. വിവരങ്ങളുമായി ദീപക് മലയമുണ്ട്. ദീപക് മലയമ, ഗോവിന്ദച്ചാമിക്ക് പുറമെ ഇപ്പോൾ ഒരു പ്രതികരണമുണ്ട്. ആ പ്രതികരണം കൂടി കേട്ടിട്ട് നമുക്ക് പോകാം. ഫറൂഖ് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ചാടിപ്പോയത്. ഒരു 5 മിനിറ്റ് വന്നത് ഓല് വേറെ ഏതോ വയ്യ പോയത്, ഓലിക്ക് ഇവിടെ അറിയൂല. പിന്നെ വന്ന് അപ്പം നമ്മൾ പറഞ്ഞു കൊടുത്ത് നല്ലൂർക്ക് എത്തും, ഫറൂഖ് അവിടേക്ക് എത്തും. വിദ്യാർത്ഥിനിയെ തട്ടി അരുൺ ഇപ്പോൾ സംസാരിച്ചത് നേരത്തെ, അതായത് ഈ പോലീസ് സ്റ്റേഷൻ, ഫറൂഖ് പോലീസ് സ്റ്റേഷൻ ഉള്ളത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് മുൻവശത്താണ് റോഡൊക്കെ വരുന്നത്. ആ ഭാഗത്തേക്കാണ്. അവിടെ നിന്നാണ് പ്രതി 7:30 രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായത്. തുടർന്ന് ഈ ഭാഗത്തേക്ക് യാർത്തോടി എന്നാണ് ഈ ഭാഗത്തേക്കുള്ള ആ പേര് പറയുന്നത്. ഈ ഒരു മേഖലയിലേക്കാണ് എത്തുന്നത്. തുടർന്ന് ഈ ഭാഗത്ത് നിന്ന് നല്ലൂർ പ്രദേശത്തേക്ക് ഓടി എന്നുള്ളതാണ് അവർ വിശദീകരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ പോലീസ് അതിന് പിന്നാലെ തന്നെ ഏതാണ്ട് 10 മിനിറ്റിനകം തന്നെ ഈ മേഖലയിലേക്ക് എത്തി പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിവിധ ടീമുകളായി തിരിഞ്ഞ് വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് രാവിലെയാണ് ഈ പ്രതിയെ ഫറൂഖ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. വൈദ്യപരിശോധന പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കുന്ന നടപടിക്രമങ്ങളായിരുന്നു തുടരേണ്ടിയിരുന്നത്. അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ പ്രതി രക്ഷപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായത്. പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസുകാർക്ക് ഇവിടെ നിന്ന് മാറേണ്ട സാഹചര്യം ഉണ്ടായി. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പ്രതി രക്ഷപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. എന്തായാലും പോലീസ് ഊർജിതമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടി. പക്ഷേ ഇതുവരെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചിരുന്നോ? അരുൺ, ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ? ആ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയ കേസിലാണല്ലോ പ്രസഞ്ജിത്ത് പിടിയിലാവുന്നത്. ആ തട്ടിക്കൊണ്ടുപോയ വിദ്യാർത്ഥിയെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചിരുന്നില്ലേ? ഉണ്ട്. ഇദ്ദേഹം അസം സ്വദേശിയാണ്. ഈ തട്ടിക്കൊണ്ടുപോകലിന് വിധേയയായ കുട്ടി എന്ന് പറയുന്നത് അവരും UP സ്വദേശിനിയാണ്. പക്ഷേ പോലീസ് അടിയന്തരമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. നേരത്തെയുള്ള കേസാണ്. ആ കേസിലാണ് ഇപ്പോൾ പ്രതി പിടിയിലാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഇയാളുടെ 2 കൈകളിലും വിലങ്ങുണ്ട്. നിങ്ങൾ ആ സമയത്ത് ഉടനായിരുന്നോ? ഇല്ലല്ലേ, വിലങ്ങുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് കണ്ടെത്താൻ അത്ര വലിയ പ്രയാസം ഉണ്ടാകില്ല എന്നുള്ളതാണ് പോലീസ് നിലവിൽ നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് എവിടേക്കാണ് ഈ ഒരു ഇരുട്ട് വന്നിരിക്കുന്ന സമയത്ത് അയാൾ നീങ്ങിയിരിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തതയില്ല എന്നുള്ളതാണ്. 21 വയസ്സുകാരനാണ് പ്രസഞ്ജിത്ത് എന്ന് പറയുന്നയാൾ. അതുകൊണ്ട് പോലീസ് വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ ഇപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പോലീസിന്റെ സാന്നിധ്യം എല്ലാ മേഖലകളിലും ഉണ്ട്. പ്രത്യേകിച്ച് ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളല്ലേ അവിടെ വൈകുന്നേരം ഇങ്ങനെ പോയാൽ, പ്രത്യേകിച്ച് കയ്യിൽ വിലങ്ങുമായി പോകുന്ന ഒരാളെ പെട്ടെന്ന് ആളുകൾക്ക് സ്പോട്ട് ചെയ്യേണ്ടതാണ് അല്ലേ? 7:30 ശേഷമാണ് അരുൺ ഈ സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് എത്ര ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളത് സംബന്ധിച്ച് നമുക്കൊരു വ്യക്തതയില്ലാത്ത സ്ഥിതിവിശേഷമുണ്ട്. കാരണം ഇരുട്ട് വീണിരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് പുഴയൊക്കെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ കൂടിയാണ് ഈ ഫറൂഖ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഭാഗത്തേക്ക് നീങ്ങാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവിടെ നിന്ന് മറ്റു വാഹനങ്ങളിലേക്ക് കയറാനോ ഒക്കെയുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അപ്പോഴുമുള്ള ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ച് അയാളുടെ കൈകളിൽ വിലങ്ങുണ്ട് എന്നുള്ളതാണ്. പോലീസ് ആ കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ കാര്യങ്ങൾ പോകില്ല. അത് ഈ മേഖല വിട്ട് പൂർണ്ണമായും പോകുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും പോലീസ് വെച്ചു പുലർത്തുന്നത്. അതിൻ്റെ ഭാഗമായുള്ള പരിശോധനകൾ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റ് സ്റ്റേഷനുകളിൽ നിന്നുൾപ്പെടെയുള്ള പോലീസ് അംഗങ്ങൾ കൂടി ഫറൂഖിലേക്ക് എത്തി പരിശോധനയുടെ ഭാഗമാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് ഫറൂഖ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതി പ്രസഞ്ജിത്ത് ചാടിപ്പോയത് 7:30-ക്കാണ്. ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയാണ്. വിലങ്ങുമായിട്ടാണ് ഈ പ്രസഞ്ജിത്ത് ചാടിപ്പോയിരിക്കുന്നത്. പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇതാണ് ആസാം സ്വദേശിയായ പ്രസഞ്ജിത്ത്. ഇന്ന് ഫറൂഖ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ചോദ്യം ചെയ്യൽ അറസ്റ്റ് ചെയ്ത് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ്, മെഡിക്കൽ പരിശോധന കഴിഞ്ഞ് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപാണ് ഈ പ്രസഞ്ജിത്ത് ചാടി രക്ഷപ്പെട്ടിരിക്കുന്നത്. ആ പരിസരത്തുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ചിത്രത്തിൽ കാണുന്നതാണ് പ്രസഞ്ജിത്ത് എന്ന് പറയുന്ന അസം സ്വദേശി. 2 കൈയിലും വിലങ്ങുകളുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ വിലങ്ങ് ഏതെങ്കിലും തരത്തിൽ പൊട്ടിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അയാൾക്ക് സ്വന്തമായി നടക്കാൻ പറ്റൂ. അതുവരെ കയ്യിൽ വിലങ്ങുണ്ടാവും. ഏതെങ്കിലും ഒരുപക്ഷെ ദീപക്ക് അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ എവിടെയെങ്കിലും അയാൾ ഇന്ന് രാത്രിയിൽ ഒളിഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും അയാൾക്ക് വിലങ്ങ് പൊട്ടിച്ചു കളഞ്ഞാൽ മാത്രമേ അവിടെ നിന്ന് നാളെ സ്വതന്ത്രമായിട്ട് രക്ഷപ്പെടാൻ കഴിയൂ, ഏതിരുട്ടിൽ ഒളിച്ചിരുന്നാലും അല്ലേ?
ഏത് ഇരുട്ടിൽ ഒളിച്ചിരുന്നാലും അയാളെ പിടികൂടുക എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ആ നിലയിലുള്ള പരിശോധനകൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒഴിഞ്ഞ കെട്ടിടങ്ങളിൽ ഉൾപ്പെടെ പോലീസിൻ്റെ പരിശോധന നടക്കുന്നുണ്ട്. അല്പം മുൻപ് നമ്മുടെ ദൃശ്യങ്ങൾ പകർത്തുന്ന ഘട്ടത്തിൽ പുതുതായിട്ട് പണി നടക്കുന്ന ഒരു വീട്ടിലേക്ക് വരെ പോലീസ് സംഘം എത്തി പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനപ്പുറത്ത് നഗരപ്രദേശത്തിൻ്റെ സ്വഭാവമുള്ള മേഖല കൂടിയാണ് ഇത്. അതുകൊണ്ട് അല്പം കൂടി അത്തരം ഇടങ്ങൾ ഒരുപക്ഷെ പ്രതിക്ക് കണ്ടെത്താൻ കഴിഞ്ഞേക്കും. അത് ഏറെ സമയം അങ്ങനെ ഒളിച്ചിരുന്ന് രക്ഷപ്പെടാം എന്ന് പറയുന്ന സാഹചര്യം എന്തായാലും ഉണ്ടാകാനുള്ള ഇടയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം കൈവിലങ്ങുള്ളത് കൊണ്ട് തന്നെ ആ നിലയ്ക്ക് ഒരു പെട്ടെന്നുള്ളൊരു മൂവ്മെൻറ്റ് അത് സാധ്യമാകാത്ത സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് പോലീസിന് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അവർ വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷേ പോലീസിനോടൊപ്പം തുടരുക. നമുക്ക് കണ്ടെത്തിയാൽ ഉടൻ തന്നെ പ്രേക്ഷകരെ അറിയിക്കാം. പ്രേക്ഷകരും ആ ഫോട്ടോ ഒന്ന് തിരിച്ചറിഞ്ഞു വെക്കുക. പ്രത്യേകിച്ച് ഫറൂഖ് കോഴിക്കോട് ഭാഗത്തുള്ളവരുടെ അറിവിലേക്കാണ് ആ ഫോട്ടോ നമ്മളിപ്പോൾ നൽകിയത്. ഒന്ന് ശ്രദ്ധിച്ചോളൂ.